ഹായ് ഫ്രണ്ട്സ്, SSC ചലഞ്ചേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നമ്മൾ ഒലീവ് ബോർഡിന്റെ ഈ വീക്കിൽ ഡിസംബർ 16-17 ഡേയ്സിൽ വന്ന ലൈവ് മോക്ക് എക്സാമിന്റെ മാത്സിന്റെ 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും വെയിറ്റ് ചെയ്യാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈം ആൻഡ് വർക്കിലെ ക്വസ്റ്റ്യൻ ആണ്. പ്രിയ ഈസ് കേപ്പബിൾ ഓഫ് പെയിന്റിംഗ് എ വോൾ ഇൻ 16 hours. പ്രിയ ഒരു വോൾ പെയിന്റ് ചെയ്യാൻ വേണ്ടി 16 hours എടുക്കുന്നു. 16 hours. അതുപോലെ തന്നെ റിയ പെയിന്റ് ചെയ്യാൻ വേണ്ടി 12 hours എടുക്കുന്നു. പക്ഷെ അവിടെ ഒരു പോയിന്റ് ഉണ്ട്. എന്താണ്? ഹാഫ് ഓഫ് ദ വാൾ ആണ് 12 hours. ആ പോയിന്റ് ശ്രദ്ധിച്ചില്ലേ? നമ്മൾ എടുക്കുന്നത് അനുസരിച്ച് വാല്യൂ തെറ്റും, ആൻസറും തെറ്റും. ഹാഫ് ഓഫ് ദ വാൾ പെയിന്റ് 12 hours എടുക്കുമ്പോൾ ഫുള്ള് ചെയ്യാൻ വേണ്ടി റിയ എടുക്കുന്നത് 12 into 2 24 hours ആണ്. അത്രയും പോയിന്റ് കിട്ടും. നമുക്ക് അവരുടെ LCM എടുക്കാം 48. എഫിഷ്യൻസി ഓഫ് പ്രിയ എന്ന് പറയുന്നത് 3ഉം അതുപോലെ എഫിഷ്യൻസി ഓഫ് റിയ എന്ന് പറയുന്നത് 2 എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രിയയാണ് വോൾ പെയിന്റ് ചെയ്യാൻ വേണ്ടി ആദ്യം തുടങ്ങുന്നത്. ഓരോ സെക്കൻഡ് അവറിലും റിയ ജോയിൻ ചെയ്യുന്നു. ആദ്യത്തെ സെക്കൻഡ് അവർ, പിന്നെ 4th അവർ, 6th അവർ, അങ്ങനെയാണ് റിയ ജോയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് അവറിൽ ആര് മാത്രം വർക്ക് ചെയ്യുന്നുള്ളൂ? റിയ മാത്രം. അപ്പോൾ 3 വർക്ക് അല്ലെ, എഫിഷ്യൻസി അനുസരിച്ച്. നെക്സ്റ്റ് സെക്കൻഡ് അവറിൽ 2 പേരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 + 2 5. 8 വർക്ക് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു? 2 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. നമുക്ക് വേണ്ടത് എത്രയാണ്? 48 വർക്കാണ്. 48 ആവണമെങ്കിൽ മൾട്ടിപ്ലൈഡ് വിത്ത് 6 ആണ് 48. നമ്മൾ ഇവിടെ ചെയ്യുന്നു. ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ വിത്ത് 2 ചെയ്യുന്നു, 6 ചെയ്യുന്നു. എത്ര കിട്ടും? 12 days കിട്ടും. എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു വെയിങ് മെഷീൻ 600 gram ആണ് കാണിക്കുന്നത്. എപ്പോഴാണ്? ആക്ച്വൽ വെയിറ്റ് 540 gram ആകുമ്പോൾ. കാഷ്യൂസിന്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 900 per kg ആണ്. അതായത് 1000 ഗ്രാമിന് 900 rupees ആണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് 1 ഗ്രാമിന് എത്രയായിരിക്കും? 1 ഗ്രാമിന് 9/10 rupees ആയിരിക്കുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് പാക്കറ്റ് ഓഫ് 300 gram ആണ് ഈ ഒരു സെയിം വെയിങ് മെഷീൻ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് 600 gram എന്നാണ് കാണിക്കുന്നത്. എപ്പോഴാണ്? ആക്ച്വൽ വെയിറ്റ് 540 gram ആകുമ്പോൾ. ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 300 gram എത്ര വരും? 270 gram. അതായത് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ആക്ച്വൽ വെയിറ്റ് 270 gram ആകുമ്പോൾ കാണിക്കുന്നത് 300 gram ആണ്. 1 gram എന്ന് പറയുന്നത് 1 gram എന്ന് പറയുന്നത് 9/10 rupees ആണ്. നമുക്ക് 300 gram എന്ന് പറഞ്ഞ് കിട്ടുന്നത് 270 gram ആണ്. അത് എത്ര rupees ആണ്? 9/10 into 270 ആയിരിക്കും. അതായത് 9 multiplied by 27. ഇതായിരിക്കും കോസ്റ്റ് പ്രൈസ് ഓഫ് 300 gram എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 9 multiplied with 27 multiplied with 108/100 എന്നതാണ്. അതായത് 9 multiplied with 27 ചെയ്യുമ്പോൾ 243 multiplied with 108/100. ഇതിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഓപ്ഷൻസ് നോക്കുക. യൂണിറ്റ് ഡിജിറ്റ് 2ഉം 4ഉം ആണ്. 243 into 188 into 324. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. 4 ഓപ്ഷൻ വരുന്നത് ഏക ആൻസർ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഗോഡ്സ് ഇൻ എ ഫാം എന്ന് പറയുന്നത്, ഗോഡ്സ് എന്ന് പറയുന്നത് കൗസിനേക്കാളും 10 കൂടുതലാണ്. അതുപോലെ തന്നെ ഗോഡ്സും ഹെൻസും തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. എങ്ങനെ 2:3? 33 1/3 എന്ന് പറയുന്നത് 1/3 കുറവാണ്. അപ്പോൾ 3 ആണെങ്കിൽ 1/3 കുറവ് 2:3 ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഗോഡ്സും കൗസും ഹെൻസും മാത്രമേ ഉള്ളൂ ആ ഫാമിൽ. നമ്പർ ഓഫ് ലെഗ്സ്, ടോട്ടൽ നമ്പർ ഓഫ് ലെഗ്സ് എന്ന് പറയുന്നത് 620 ആണെങ്കിൽ നമ്പർ ഓഫ് ഗോഡ്സ് എത്രയാണ്? അപ്പോൾ ഗോട്ടിന് 4 ലെഗ്സ് ആണുള്ളത്, കൗസിനും 4 ലെഗ്സ്, അതുപോലെ തന്നെ ഹെൻസിനാണെങ്കിൽ 2 ലെഗ്സ് ആണുള്ളത്. ടോട്ടൽ 320. 2 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് 2g plus 2c plus h is equal to 310 എന്ന് വരും. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4x plus 2 into c. അപ്പോൾ 2 multiplied with 2x minus 10. hen എന്ന് പറയുന്നത് 3x is equal to 310. നെക്സ്റ്റ് നോക്കുക. 8 11 ഇവിടെ എത്ര വരും? 4x 8x minus 20 plus 3x equal to 310. 11x എന്ന് പറയുന്നത് 330 വരും, which implies x equal to 30 ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്ന എക്സിന്റെ വാല്യൂ അല്ല, എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ഗോഡ്സ് ആണ്. നമ്പർ ഓഫ് ഗോഡ്സ് എന്ന് പറയുന്നത് 2 into x ആണ്. 2 multiplied with 30 വരും, അതായത് 60. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. ABC 3 persons. A can do 8 days. ഒരു വർക്ക് 8 days ആണ്. B ആണെങ്കിൽ 12 days എടുക്കും. C ആണെങ്കിൽ 20 days. 8ന്റെയും 12ന്റെയും 20യുടെയും LCM എന്ന് പറയുന്നത് 120 ആണ്. ഇവിടെ എത്ര വരും? 15 വരും. ഇവിടെയാണ് 10 വരും. ഇവിടെ ആണെങ്കിൽ 6 വരും. നമുക്ക് എഫിഷ്യൻസി കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ടോട്ടൽ വർക്കാണ്. 120 divided by 15 25 31 വരും.
സോ 31 120ൽ എത്ര തവണ പോകും നോക്കിയാൽ മതി. 4 വരില്ല, അപ്പോൾ 3 വരും. സോ 3s are എത്ര വരും? 120 ഡിവൈഡഡ് ബൈ 31, 3, 93, 7, 10, 2. അപ്പോൾ 3 and 27/31 days വരും. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. 30 liters ഓഫ് മിക്സ്ചർ ഓഫ് കോക്കനട്ട് ഓയിലും ആൽമണ്ട് ഓയിലും. അതിൽ കോക്കനട്ട് ഓയിൽ ആൽമണ്ട് ഓയിലും നമുക്ക് എത്രയാണ് റേഷ്യോ തന്നിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് കോക്കനട്ട് ഓയിൽ ആൽമണ്ട് ഓയിൽ എത്രയാണ് കിട്ടും? എത്രയാണ്? 2:1 റേഷ്യോ ആണ്. സോ 20 അതുപോലെ തന്നെ 10 ആയിരിക്കും. ഓക്കെ, കോക്കനട്ട് ഓയിൽ ആൽമണ്ട് ഓയിൽ അത് മിക്സ് ചെയ്യുന്ന 18/55 ലിറ്റേഴ്സ് ഓഫ് അനദർ മിക്സ്ചർ ആണ്. അതിൽ കോക്കനട്ട് ഓയിലിൻ്റെയും ആൽമണ്ട് ഓയിലിൻ്റെ റേഷ്യോ അവരും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടലാണ് കണ്ടുപിടിക്കേണ്ടത്. സോ മേളിൽ നമ്മൾ എഴുതുന്ന കോക്കനട്ട് ഓയിൽ ഡിവൈഡഡ് ബൈ ആൽമണ്ട് ഓയിൽ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ ചോദിച്ചിരിക്കുന്നത്? അതെ, അത് ശ്രദ്ധിക്കണം. റേഷ്യോ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ചോദിക്കാം കേട്ടോ. സോ കോക്കനട്ട് ഓയിൽ ടു ആൽമണ്ട് ഓയിൽ തന്നെയാണ്, അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ റേഷ്യോ എടുക്കുന്നത്. സോ ആദ്യം നമുക്ക് 20/30 കിട്ടി. ഇനി 18/5 ലിറ്ററിൽ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് 5/9 ആണ്. അതായത് എത്ര വരും? 2 ആണ്. സോ 20 + 2 വരും. ഇവിടെ ആണെങ്കിൽ 18/5ൽ എത്ര വരും? 4/9 ആയിരിക്കും. അതായത് 8/5. സോ താഴെ 8/5 വരും. സോ ഇത് എത്ര വരും? 22/40, 58/5 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 22/58 വരും. സോ അപ്പോൾ 255 to 29 ഈസ് ഈക്വൽ ടു 55:29. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. റൂട്ട് ഓഫ് 225 15 ആണ്. സോ 15 + x ഈക്വൽ ടു 5/3 മൾട്ടിപ്ലൈഡ് വിത്ത് 24 ഈസ് ഈക്വൽ ടു 40 ആണ്. സോ x ഈക്വൽ ടു എത്ര വരും? 25. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. WXYZ എന്ന് പറയുന്ന ഒരു ട്രപ്പീസിയാണ്. അത് WX പാരലൽ ടു ZY എന്ന് തന്നിട്ടുണ്ട്. നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ട്രപ്പീസിയത്തിൽ ഒരു ലെങ്ത് വലുതും ഒരു ലെങ്ത് ചെറുതുമാണല്ലോ പാരലൽ ലൈൻസിൽ. സോ അതിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ആൻസർ മാറിപ്പോകും. സോ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് WX പാരലൽ ടു ZY എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ 3WX ഈക്വൽ ടു ZY ആണ്. സോ ഒരു വലിയ പാരലൽ ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഈ കേസിൽ ZY ആയിരിക്കും. ZY ആണ്. ഇവിടെ ആണെങ്കിൽ WX ആണ്. മനസ്സിലായല്ലോ? അതായത് ZY എന്ന് പറയുന്നത് ഇപ്പൊ 3 ഇത് 3 ആണെന്ന് എടുക്കുക. ZY 3 ആണ്. WX എന്ന് പറഞ്ഞാൽ 1 എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ZY 3 ആയിട്ട് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളത് പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. WX പാരലൽ ടു ZY ആണ്. ഇനി നമ്മൾ ഡയഗണൽസ് വരയ്ക്കുകയാണ്. ഇതിന്റെ രണ്ടിന്റെ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് P ആണ്. P എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യും. സോ അടുത്ത് പറയുന്ന റേഷ്യോ ഓഫ് ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ ZPY. അതായത് ഈ ട്രയാങ്കിളിന്റെയും അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിന്റെയും എന്താണ് റേഷ്യോ എന്താണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതിന്റെ റേഷ്യോസ് കണ്ടുപിടിക്കും. ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ രണ്ട് ട്രയാങ്കിൾ രണ്ട് പാരലൽ ലൈൻസ് ആണ്. അപ്പം എന്താണ്? ഈ ആംഗിളും അതുപോലെ തന്നെ ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ? പാരലൽ ലൈൻസിൽ വരുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അതുപോലെ ഈ ആംഗിളും എന്താണ്? ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. സോ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്? സിമിലർ ആണ്. ട്രയാങ്കിൾ ZPY സിമിലർ ടു ട്രയാങ്കിൾ XPW ആണ്. സോ നമ്മൾ മനസ്സിലുണ്ട് അവരുടെ റേഷ്യോ എന്ന് പറയുന്നത്, സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവയുടെ ഏരിയ, സൈഡ്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നതായിരിക്കും അവയുടെ ഏരിയ എന്ന് പറയുന്നത്. സോ ട്രയാങ്കിൾ ZPY ഡിവൈഡ് ബൈ, അല്ലെങ്കിൽ അവ തമ്മിലുള്ള റേഷ്യോ, അവർ തമ്മിൽ ഏരിയ എന്ന് പറയുന്നത് ZPYയുടെ സൈഡ് 3 ആണ്. സോ 3² 9/1² 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 9:1 ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തൊരു സിംപ്ലിഫിക്കേഷൻ ആണ്. റൂട്ട് ഓഫ് 9 - 2√40. ഇതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് സിംപ്ലിഫൈ ചെയ്യാതെ വേറൊരു ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞൊരു രീതിയില്ല. പക്ഷെ സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമാണ്. ഈ അകത്ത് 2 എന്ന് പറഞ്ഞൊരു ഫാക്ടർ ആണ് വരുന്നതെങ്കിൽ, അതായത് ഇതുപോലെ 2 എന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഈ 9 എന്ന് പറഞ്ഞ നമ്പർ എടുക്കുക, അതുപോലെ ഈ 14 എന്ന് പറഞ്ഞ നമ്പർ എടുക്കുക. സോ ഏതോ രണ്ട് നമ്പേഴ്സും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AB എന്ന് എടുക്കുക. AB മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 കിട്ടും. A + B എന്ന് പറയുന്നത് എന്താണ്? 9 കിട്ടും. ആ നമ്പേഴ്സ് ഏതാന്ന് നോക്കുക. A എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7 വരാം. B എന്ന് പറയുന്നത് 2 വരാം അല്ലേ? ആ രണ്ടും എന്താണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 14 ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ 9 ആണ്. സോ ഇവിടെ 2 വരുമ്പോൾ ഉള്ള കാര്യമാണ് കേട്ടോ എടുത്ത് പറയുന്നത്. 2 വരണം അവിടെ. സോ 7 ഉം 2 ആണ്.
അത് നമുക്ക് അങ്ങനെ എടുക്കാം. പക്ഷെ മൈനസ് വരുന്ന കേസ് ആണെങ്കിൽ, ഇവിടെ ഒരു മൈനസ് ആണ്, മൈനസ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും വലിയ സംഖ്യ ആദ്യം കൊടുക്കുക, ചെറിയ സംഖ്യ രണ്ടാമത്, 7 ആദ്യം കൊടുക്കുക, 2 രണ്ടാമത് കൊടുക്കുക. അഡീഷൻ ആണെങ്കിൽ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ √7 മൈനസ് √2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതായത് a - b. ഇത് നിങ്ങളൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. എന്തായിരിക്കും? 9 - 2 √14 എന്ന് തന്നെ കിട്ടും. സോ ഇങ്ങനെയാണ് എടുക്കുന്നത്. 2 വരുന്ന കേസിലാണ് ഞാൻ പറഞ്ഞത്. അഡീഷൻ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാം. സബ്ട്രാക്ഷൻ ആണെങ്കിൽ വലിയ സംഖ്യ എപ്പോഴും ആദ്യം എഴുതാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. സോ ഇതിന്റെ റൂട്ട് എടുക്കുമ്പോൾ എന്താണ് നമുക്ക് ആൻസർ? √7 മൈനസ് √2 എന്ന് പറഞ്ഞൊരു ആൻസർ കിട്ടുമല്ലോ. അതാണ് ഒരു ഭാഗം. നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത് √15 മൈനസ് 4 √14. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം, അവിടെ 2 അല്ല കിടക്കുന്നത്. പക്ഷെ നമുക്ക് അവിടെ 2 ആക്കാം. എങ്ങനെ ആക്കാൻ പറ്റും? 4 2 × 2 ആണ്. ഒരു 2 പുറത്തെടുത്തു. ഒരു 2 നമ്മൾ ബ്രാക്കറ്റിന്റെ അകത്തോട്ട് എടുക്കുക. അല്ല സോറി, ബ്രാക്കറ്റ് അല്ല, റൂട്ടിന്റെ അകത്തോട്ട് 2 എടുക്കുമ്പോൾ അത് 4 ആവും. സോ 4 × 14 എന്ന് പറഞ്ഞാൽ 56 ആവും. അല്ലെ? ഇപ്പൊ ഞാൻ പറഞ്ഞ അതേ ഫാക്ടർ തന്നെ ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? 8 മൾട്ടിപ്ലൈഡ് വിത്ത് 7 എന്ന് പറയുന്നത് 56 ആണ്. 8 + 7 56 ആണ്. സോ √8 മൈനസ് √7 ദ ഹോൾ സ്ക്വയർ, ഇതിന്റെ റൂട്ട് ആയിരിക്കും ഇവിടെ വരുന്നത്. അത് എത്രയായിരിക്കും? √8 മൈനസ് √7. ഓക്കെ, അത് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് √7 മൈനസ് √2 മൈനസ് √8 മൈനസ് √7 എന്നാണ്. സോ √7 മൈനസ് √2 മൈനസ് √8 പ്ലസ് √7 ഈസ് ഈക്വൽ ടു 2 √7. അത് കിട്ടി. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൈനസ് √2 മൈനസ് √8 ആണ്, ആണല്ലോ. അതിനെ വീണ്ടും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെയാണ്? √8നെ 4 × 2 എന്ന് എടുക്കാമല്ലോ. അപ്പൊ 2 വെള്ളി എടുക്കുമ്പോൾ 2 √2 എന്ന് എടുക്കാം. 2 √7 മൈനസ് 3 √2 എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 ഉണ്ടെന്നുള്ള കേസിൽ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ആൻസർ കിട്ടും. എ പോലീസ്മാൻ ഫോളോസ് എ തീഫ് ഹു ഈസ് 1400 മീറ്റർ അഹെഡ് ആണ്. പോലീസ്മാൻ ഒരു തീഫിനെ ഫോളോ ചെയ്യുന്നു. തീഫ് എന്ന് പറയുന്നത് 1400 മീറ്റർ മുൻപിലാണ് പോലീസ്മാനെ സംബന്ധിച്ചിടത്തോളം. അവർ രണ്ടുപേരുടെ സ്പീഡ് തന്നിട്ടുണ്ട്. സോ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം സൈഡ് ആയതുകൊണ്ട് തന്നെ എന്താണ് ഡിഫറൻസ് ആയിരിക്കും, അല്ലെങ്കിൽ 2 km/h ആയിരിക്കും. അതവിടെ ഇരിക്കട്ടെ. ഇനി ചോദിച്ചിരിക്കുന്നത് പോലീസ്മാൻ പിടിക്കുന്നതിന് മുമ്പ് എത്ര ഡിസ്റ്റൻസ് ഈ ഒരു തീഫ് ട്രാവൽ ചെയ്യും എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ. സോ ഇവ ടൈം ടേക്കൺ എന്ന് പറയുന്നത് സ്പീഡ് എന്ന് പറയുന്നത് 2 ആണല്ലോ, 2 ആണ്. 1400 മീറ്റർ ആണ്. സ്പീഡ് ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ടൈം എന്ന ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. സോറി, 2 അല്ല, 1400 ഡിസ്റ്റൻസ് ആണ്. 1400 എന്ന് പറയുമ്പോൾ അത് മീറ്ററിലാണ്. നമുക്ക് ആൻസർ എല്ലാം കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 1000 ചെയ്യുന്നു. അതുപോലെ തന്നെ സ്പീഡ് എന്ന് പറയുന്നത് മൾട്ടിപ്ലൈഡ് വിത്ത് 2 ആണ്. സോ ഇവിടെ നമുക്ക് എത്ര വരും? 7/10, അതായത് 0.7 അവർ എന്ന് വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് ആണ്. അല്ല, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് മൾട്ടിപ്ലൈഡ് വിത്ത് ടൈം ആണ്. സ്പീഡ് ആര് സഞ്ചരിച്ച സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്? തീഫ് സഞ്ചരിച്ച സ്പീഡാണ്. സോ 11 മൾട്ടിപ്ലൈഡ് വിത്ത് 7/10 അല്ലെങ്കിൽ 7.7 കിലോമീറ്റർ. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. WXY എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിൽ പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട് ഏത് ആംഗിൾ ആണ് 90 ഡിഗ്രി എന്ന്. ഏത് ആംഗിൾ ആണ്? ആംഗിൾ Y ആണ്. സോ ആംഗിൾ Y 90 ഡിഗ്രി ആണ്. എക്സ് എന്ന് പറയുന്നത് 50 ആയിരിക്കും. സോ W എന്ന് പറയുന്നത് 40 ആയിരിക്കും. ഡൗട്ട് ഇല്ലല്ലോ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ് R എന്ന് പറഞ്ഞൊരു പോയിന്റ്, WX ഒരു പോയിന്റ് ആണ് R എന്ന് പറയുന്നത്. സച്ച് ദാറ്റ് WX മൾട്ടിപ്ലൈഡ് വിത്ത് YR ഈസ് ഈക്വൽ ടു XY മൾട്ടിപ്ലൈഡ് വിത്ത് YW എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് WX മൾട്ടിപ്ലൈഡ് വിത്ത് YR ഈസ് ഈക്വൽ ടു XY മൾട്ടിപ്ലൈഡ് വിത്ത് YW. സോ ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ WX the whole divided by XY is equal to YW divided by YR. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. WX by XY എന്ന് പറയുമ്പോൾ, അതുപോലെ YW എന്ന് പറയുമ്പോൾ ഏത് ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ആദ്യത്തേത് ട്രയാങ്കിൾ WXY എന്താണ്? സിമിലാരിറ്റി ആണല്ലോ നമ്മൾ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിട്ട് എടുക്കുന്നത്. സോ സിമിലർ ടു എന്തായിരിക്കും? ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ മനസ്സിലാവും. WXY എന്ന് പറഞ്ഞ ഈ വലിയ ട്രയാങ്കിളും അതുപോലെ തന്നെ എടുത്തിരിക്കുന്നത്, പിന്നെ തന്നിരിക്കുന്ന സൈഡ് ഏതാണ്? YWയും അതുപോലെ തന്നെ YRും കൂടെ വരുന്നത്. അപ്പൊ ഈ ഒരു കോമൺ ആയിട്ട് കോമൺ ആയിട്ട് ഇവിടെ YR ഉണ്ട്, YW ഉണ്ട് അല്ലെ.
അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ WX ഉണ്ട് XY ഉണ്ട്, WX ഉണ്ട് XY ഉണ്ട്. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇതിൽ നിന്നും? ഏത് ട്രയാങ്കിൾ ആണ്? WXY X കോമൺ ആണല്ലേ, ഇവിടെ വരുമ്പോൾ Y കോമൺ ആണ്. സോ WXY സിമിലർ ടു ട്രയാങ്കിൾ YXR. സിമിലാരിറ്റി ആണ്. സോ സിമിലാരിറ്റിയുടെ പ്രോപ്പർട്ടി അനുസരിച്ച് സൈഡ് പ്രൊപ്പോർഷൻ ആണ് എന്താണ്, അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് എന്ത് എടുക്കാം? അതായത് ഇപ്പോൾ YX എന്ന് പറയുന്ന ഒരു സൈഡ്, YX പറഞ്ഞ സൈഡ്, അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ആംഗിൾ, ഇത് തന്നെയായിരിക്കും എന്തെന്ന് പറഞ്ഞ XR എന്ന് പറഞ്ഞ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ WX പറഞ്ഞു, YX പറഞ്ഞു അല്ലെ, YXന് ഓപ്പോസിറ്റ്. ഇനി XYക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് 40, XYയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന തന്നെയായിരിക്കും XRന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ആംഗിൾ, അതായത് അത് എത്രയാണ്? 40 ഡിഗ്രി. സോ ഈ ആംഗിൾ എത്ര തന്നെയായിരിക്കും? 40 ഡിഗ്രി തന്നെയായിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു ടൗണിൽ ഒരു ഇലക്ഷൻ നടക്കുകയാണ്. എക്സും വൈ ഒരു പൊസിഷന് വേണ്ടി അവർ രണ്ടുപേരുമാണ് പാർട്ടിസിപ്പൻസ് അല്ലെ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വാലിഡ് വോട്ട്സിന്റെ 56% ലഭിക്കുന്നു, മജോറിറ്റി 8160 വോട്ട്സിൽ ജയിക്കുന്നു. പക്ഷേ ആ ടൗണിൽ 20% പോപ്പുലേഷൻ വോട്ട് ചെയ്യുന്നില്ല. അതിൽ 15%, അതായത് വോട്ട് ചെയ്ത 15% ആൾക്കാരുടെ വോട്ട് ഇൻവാലിഡ് ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വൺ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് തന്നെ ഇതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കാം. നമുക്കിപ്പോൾ ടോട്ടൽ വോട്ടേഴ്സ് അല്ലെ ടോട്ടൽ വോട്ട് നമ്മൾ എക്സ് എന്ന് കൊടുക്കും. പറഞ്ഞിട്ടുണ്ട് 20% പേര് വോട്ട് ചെയ്തിട്ടില്ല. സോ ഇതിന്റെ 80% പേര്, അപ്പം എക്സിന്റെ 80% പേര് വോട്ട് ചെയ്തു. അതിൽ 15% ഇൻവാലിഡ് ആണ്. സോ അതിനർത്ഥം 85% വാലിഡ് ആണ്, ആണല്ലോ. ഈ 85% വാലിഡ് ആയ വ്യക്തി, അതായത് എക്സ് എന്ന് പറയുന്നത് 56% ടോട്ടൽ വാലിഡ് വോട്ട്സ് കിട്ടുന്നു. വോൺ ബൈ മജോറിറ്റി 8.6. അപ്പോൾ മജോറിറ്റി എന്ന് പറയുമ്പോൾ 56 ഉണ്ട്, ബാക്കി എത്രയുണ്ട്? 44 ആണ് അല്ലെ. ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 12. സോ ഈ 12% എന്ന് പറയുന്നതായിരിക്കും ഇത്രയും എന്ന് പറയുന്നത് 8160 ആയിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻസർ ലഭിക്കും. സോ ഇത് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. 5 ആകുമ്പോൾ 17 ആണ്, 5 ആകുമ്പോൾ 20 ആയി. സോ ഇവിടെ വരുമ്പം 17 5 85, 5 വരും 4 68 വരും. 8160 ഡിവൈഡഡ് ബൈ 17 6. സോ ഇതിൽ 5 വരില്ല, 68 വരും, 837160 വരും, 87756 വരും. സോ എത്ര വരും? 480 വരും. സോ 12 40 വരും. സോ 85 വരും. സോ ഇവിടെ നമുക്ക് എത്ര വരും? x ഈക്വൽ ടു 5 into 100 multiplied with 100 with 10. x equal to 100. എത്ര 0 വരും? 5 zeros വരും. സോ ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ടോട്ടൽ വോട്ട്സ് എന്ന് പറയുന്നത് അത്രയായിരിക്കും. 20 മെന്നിന് ഒരു വർക്ക് ചെയ്യാൻ എക്സ് ഡേയ്സ് ഉണ്ട്, 50 വുമൺ ആണെങ്കിൽ അതേ വർക്ക് ചെയ്യാൻ എക്സ് പ്ലസ് 20 ഡേയ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഒരു മെൻ ഒരു ഡേ, 1 മെൻ 1 ഡേ എത്ര വർക്ക് ചെയ്യും? 1/20x വർക്ക് ചെയ്യും, 1/20x. അതുപോലെ തന്നെ 1 വുമൻ 1 ഡേ എത്ര വർക്ക് ചെയ്യും? 1/15 multiplied with x plus 20 വർക്ക് ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ 60 men. അപ്പോൾ 60 men എന്ന് പറയുമ്പോൾ 16/20x. അതുപോലെ തന്നെ 45 വുമൺ 45/15 multiplied with x by 20 എന്ന് പറയുന്നത് റേഷ്യോ 2:1. സോ ഇത് നമുക്ക് 3/x 15x plus 20/3 എന്ന് പറയുന്നത് 2/1 ആണ്. is equal to 15x plus 20 is equal to 2x. Sorry, 15x plus 20. 15 ക്യാൻസൽ ആവുമല്ലോ അല്ലേ? ശരി, 15 അതായത് 60 ഇതുകൂടെ കിട്ടി. ഇവിടെ എക്സ് പ്ലസ് 20 വരത്തുള്ളൂ. ഓക്കെ, എക്സ് പ്ലസ് 20 വരും. സോ ഇവിടെ എത്ര വരും? എക്സ് പ്ലസ് 20 എന്ന് പറയുന്നത് 2x വരും. സോ എക്സ് ഈക്വൽ ടു എത്ര വരും? 20 എന്ന് വരും. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എക്സ് ഈക്വൽ 20 അല്ല, 40 men എത്ര ദിവസമാണ്? അതായത് 20 മെന്നിന് എക്സ് ഡേയ്സ് എന്ന് പറയുമ്പോൾ 20 ഡേയ്സ്. അപ്പോൾ 40 മെന്നിന് എത്ര ദിവസമായിരിക്കും? 10 ഡേയ്സ് ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. വോളിയം ഓഫ് ജ്യൂസ് ഇൻ ലിറ്റേഴ്സ് ദാറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് സിലിണ്ടറിക്കൽ ചെക്ക്. സോ വോളിയം ഓഫ് എ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ πr²h. ആദ്യമേ നമുക്ക് ഇക്വേഷൻ എഴുതാം. πr²h. r എന്ന് പറഞ്ഞാൽ റേഡിയസ്, h എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. സോ 22/7 multiplied with 14 into 14 multiplied with 70. സോ ഇത് എത്ര വരും? 244 into 14 into 70 വരും.
So 11, 4, 56 into 70 വരും. So 11 multiplied with 4, 3920 വരും. So ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എത്ര വരും? 0, 2, 10, 3, 43120. ഇത്രയെന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ക്യൂബാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലിറ്റേഴ്സിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് എത്ര ലിറ്റേഴ്സ് ആയിരിക്കും? 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ് ലിറ്റർ എന്ന് പറയുന്നത്. സോ എത്ര വരും? ഡിവൈഡ് ബൈ 1000, 43.12 ലിറ്റേഴ്സ് ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. മാർക്ക്ഡ് പ്രൈസ് വന്നിട്ടുണ്ട് ടി വിയുടെ മൊബൈൽ ഫോണിൻ്റെയും. ഷോപ്പ് കീപ്പർ 30% ഡിസ്കൗണ്ട് ടി വിക്ക് കൊടുക്കുന്നു. അപ്പോൾ ടി വിക്ക് ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നു, ടോട്ടൽ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്, മൊബൈൽ ഫോൺ ഒരു ഡിസ്കൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്ക് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അലിഗേഷൻ യൂസ് ചെയ്യുക. അപ്പോൾ ടി വിക്ക് വരുന്ന ഡിസ്കൗണ്ട് 30% ആണ്, ടോട്ടൽ ഡിസ്കൗണ്ട് 20% ആണ്. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തിൻ്റെയാണ്? മൊബൈലിൻ്റെ ഡിസ്കൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ടി വിയുടെ നമുക്കറിയാം മാർക്ക്ഡ് പ്രൈസ് 5 ആണ്, 5:6 റേഷ്യോ വന്നിട്ടുണ്ട്. സോ എക്സ് നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? 150. സോ ഇതെങ്ങനെ നമുക്ക് എഴുതാം? 150 പ്ലസ് 6x ബൈ 11 എന്ന് പറയുന്നതായിരിക്കും 20 എന്ന് പറയുന്നത്. ഇംപ്ലൈസ് 6x ഈക്വൽ ടു 220 ഡിവൈഡ് ബൈ 70. സോ x ഈക്വൽ ടു 70 ഡിവൈഡ് ബൈ 6 ആയിരിക്കും. 6 1s are 6, 6 1s are 6. സോ 11.66 ഡിസ്കൗണ്ട്, 66% ഡിസ്കൗണ്ട് ആയിരിക്കും ആർക്കുണ്ടാവുന്നത്? മൊബൈൽ ഫോൺ. എക്സ് നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ക്യൂബ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നും കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷെ നമുക്കിത് റീഅറേഞ്ച് ചെയ്ത് ജസ്റ്റ് നമ്മൾ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ അതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. സോ എക്സ് ഈക്വൽ ടു 4 മൈനസ് 4:1/3, 4:1/3 പ്ലസ് 4:2/3 എന്ന് അറേഞ്ച് ചെയ്യാണ്. എക്സ് മൈനസ് 4നെ ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ട് എടുത്തു. സോ ഇതിനെ നമ്മൾ 4:2/3 മൈനസ് 4:1/3 എന്ന് എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ട വാല്യൂ നോക്കിയപ്പോൾ ക്യൂബാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് സൈഡിലും ക്യൂബ് ചെയ്യുകയാണ്. ക്യൂബിങ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ടിടത്ത് നമ്മൾ ക്യൂബ് ചെയ്യാണ്. സോ ഇവിടെ എത്ര വരും? എക്സ് ക്യൂബ് മൈനസ് 3a²b ആണല്ലോ, 12x² പ്ലസ് 3ab² 48x മൈനസ് 60 എന്ന് ലെഫ്റ്റ് സൈഡിൽ കിട്ടും. റൈറ്റ് സൈഡിൽ എന്ത് കിട്ടും? ക്യൂബ് ചെയ്യുമ്പം ഒന്ന് 4² ആവും, 4:2/3 ഹോൾ ക്യൂബ് അല്ലേ, 4². സോ ഇവിടെ 16 ആവും, പിന്നെ മൈനസ് ബി ക്യൂബ് ഞാൻ ഓൾറെഡി എടുക്കുകയാണ്, അപ്പോൾ -4 ആയി. മൈനസ് 3 ഇൻറ്റു 4:2/3 ദ ഹോൾ സ്ക്വയർ, 3a²b എന്നാണല്ലോ, ബി പ്ലസ് 4:1/3 എടുത്തു. അപ്പം അടുത്ത 3 പ്ലസ് 3 ഇൻറ്റു 4:2/3 മൾട്ടിപ്ലൈഡ് വിത്ത് 3a²b പ്ലസ് 3ab², ഇത്രയും കിട്ടും. സോ ലെഫ്റ്റ് സൈഡ് വീണ്ടും എക്സ് ക്യൂബ് മൈനസ് 12x² പ്ലസ് 48x മൈനസ് 16 എന്ന് വരും. റൈറ്റ്സ് ആണ് 16 മൈനസ് 4 12 വരും. സോ നെക്സ്റ്റ് രണ്ട് ഇതിൽ നിന്ന് നമ്മൾ -3 4:2/3 മൾട്ടിപ്ലൈഡ് വിത്ത് 4:1/3 കോമൺ എടുത്താൽ എന്തായിരിക്കും ബാക്കി ഉണ്ടാവുന്നത്? ബാക്കി ഒരു 4:2/3 വരും. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ചെയ്താണെങ്കിൽ -4:1/3 ആയിരിക്കും, ആണല്ലോ. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഏതാണ്? എക്സ് മൈനസ് 4 ആണ്, അല്ലെങ്കിൽ ഇക്വേഷൻ 1 നിന്നാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1 നിന്ന് ഞാൻ എടുത്ത് അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളിതൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. സോ എക്സ് ക്യൂബ് മൈനസ് 12x² പ്ലസ് 48x മൈനസ് 16 എന്ന് പറയുന്നത് 12 മൈനസ് 3 ഇൻറ്റു 4:2/3 ഇൻറ്റു 4:1/3 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. സോ 3 ഇൻറ്റു 4 3/3 1, അപ്പോൾ 4 ആണ് മൾട്ടിപ്ലൈഡ് വിത്ത് എക്സ് മൈനസ് 4 is equal to 12 മൈനസ് 12x 12 ഇൻറ്റു 4 പ്ലസ് 48 വരും. സോ 48. അപ്പം നമ്മൾ ആ മൈനസ് എക്സിനെ വീണ്ടും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എടുക്കുകയാണ്. അപ്പോൾ 12x² എന്താവും? പ്ലസ് 48 എന്താണ്? പ്ലസ് 60 എക്സ് ആയിരിക്കും. ഈസ് ഈക്വൽ ടു 48 പ്ലസ് 12 പ്ലസ് 16 വരും. 48 പ്ലസ് 12 എന്ന് പറയുന്നത് 60. ഇതിലൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ, ഇവിടെ 16 അല്ല. ഓക്കെ, സോറി, ഇവിടെ ഒന്നും 16 അല്ല കേട്ടോ. ഇവിടെ നമ്മൾ ക്യൂബ് ചെയ്യുമ്പോൾ 4³ അല്ലേ വരുന്നത്. 4³ വരുമ്പോൾ ഇവിടെ എന്താ? -64 ആണ് കേട്ടോ.
ഇവിടെയാണ് തെറ്റത്. -64 വരും. ഇവിടെ -64 വരും. സോ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ -64 വരും. ഇവിടെ എല്ലാം 64 ആണ്. സോ ഇവിടെ എന്ത് വരും? 48 + 12 + 64 വരും. 60 + 64 124. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ആൻസറിലോട്ട് കിട്ടും. ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അത് എന്തിന് ഈക്വൽ ആണെന്നാണ്. സോ ഈ എക്സ്പ്രഷൻ നമുക്ക് a³ + b³ + c³ എന്ന രീതിയിൽ എഴുതാൻ പറ്റുമോ നോക്കാം. a + c³. അതിൽ a എന്ന് പറയുന്നത്, സോ ഞാനതിനെ ക്യാപിറ്റൽ എ എന്ന് റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. സ്മോൾ ലെറ്റർ എയും ബി സി നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് a³ + രണ്ടും ഒരു കൺഫ്യൂഷൻ ആവും. സോ ഇവിടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് a + b - c ആണ്. b എന്ന് പറയുന്നത് a - b + c ആണ്. c എന്ന് പറയുന്നത് -2a ആണ്. കാരണം -8a³ നമുക്ക് -2a³ എന്ന് എഴുതാം. സോ നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും a + b + c എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? എന്താണ്? 0 ആണ്. സോ a + b + c 0 ആവുകയാണെങ്കിൽ a³ + b³ + c, അതായത് a + b + c, a + b + c 0 ആവുകയാണെങ്കിൽ a³ + b³ + c³ എന്ന് പറയുന്നത് എന്താണ്? 3abc ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾജിബ്രയിൽ. സോ അത് ഡയറക്റ്റ്ലി നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ = എന്തായിരിക്കും? 3 × a + b - c multiplied with a - b + c multiplied with -2a ആണ് = -6a × a + b - c a - b + c എന്ന് കിട്ടും. പക്ഷെ ഓപ്ഷൻ നോക്കുക, എവിടെയെങ്കിലും മൈനസ് ഉണ്ടോ? ഇല്ല, മൈനസ് ഇല്ല. സോ മൈനസിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. സോ 6a × ഏതിലാണ് മൈനസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസം ശ്രദ്ധിക്കണം. കാരണം a - b + c എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് എല്ലായിടത്തും തന്നെ, അത് മാറിയിട്ടില്ല. സോ നമുക്ക് a + b - c ൻ്റെ അകത്ത് ആ മൈനസ് കൊണ്ട് അപ്ലൈ ചെയ്യുമ്പം 6a × c - a - b എന്ന് വരും, മൾട്ടിപ്ലൈഡ് വിത്ത് a - b + c. സോ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആൻസർ? എ ആയിരിക്കും കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന ഫിഗർ സി സെന്റർ ആണ്. ഞാൻ ആ സർക്കിൾ ഒന്നും കൂടെ വരയ്ക്കുകയാണ്, കാരണം ചെറുതായിട്ട് വരയ്ക്കുമ്പോൾ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. മനസ്സിലാവത്തില്ല എല്ലാ ലെറ്റേഴ്സും എന്താണ് ഉപയോഗിച്ചേക്കുന്നത്. സോ അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇത് സി. പിന്നെ കോഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. ഓക്കെ ഓക്കെ സോ ഇതിൽ ഈ ഭാഗം എം ആണ്. സി എന്ന് പറയുന്ന സെന്റർ ആണ് കേട്ടോ. സി എന്ന് പറയുന്ന സെന്റർ ആണ്. എൻ ക്യു അതുപോലെ തന്നെ എസ് പി. എം പി എം പി എൻ ക്യു എന്ന് പറയുന്നത് രണ്ട് കോഡ്സ് ആണ്. എം ക്യു എൻ പി എന്ന് പറയുന്നത് ഇന്റർസെക്ട് ചെയ്യുന്ന ടി എന്ന പോയിന്റിലാണ്. ഇത്രയും കിട്ടിയല്ലോ, എത്രയും പോർഷൻ കിട്ടി. ഇനി എം സി എൻ നമുക്ക് തന്നിട്ടുണ്ട്. എം സി എൻ എന്ന് പറയുന്നത് 124 ആണ്. ശ്രദ്ധിക്കണം, സെൻട്രൽ ഉണ്ടാക്കിയ ആംഗിൾ ആണെങ്കിൽ അത് ഓപ്പോസിറ്റ് സെഗ്മെന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 62 ആയിരിക്കും. സോ ഇത് 62 ആയിരിക്കും. ഇതുപോലെ ഇതും എന്തായിരിക്കും? 62 ആയിരിക്കും. 62 ഡിഗ്രി ആയിരിക്കും. പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. പി എം ടി എന്ന് പറയുന്നത് 26 ആണ്. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്ന എം ടി എൻ ഈ ആംഗിൾ കണ്ടുപിടിക്കുകയാണ്. അത് എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ആംഗിൾ എം ടി എൻ എന്ന് പറഞ്ഞാൽ എന്താ ഡയറക്റ്റ്ലി എടുക്കാം. 62 + 26, അതായത് 88 ഡിഗ്രി ആണ്. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. എക്സ്റ്റീരിയർ ആംഗിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സം ഓഫ് ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടി ഡയറക്റ്റ്ലി നമുക്ക് യൂസ് ചെയ്യാം. ഡി എയിലെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ റേഷ്യോ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് എ? സോ 357 + 443 എ ടു സി റേഷ്യോ ആണ്. സി എന്ന് പറയുന്നത് സിയുടെ എത്രയാണ്? 495 + 505 ആണ്. സോ ഇത് വരുമ്പോൾ എത്ര വരും? 800 / 1000 വരും. അതല്ലെങ്കിൽ 4:5 വരും. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു പേഴ്സൺ ഒരു ഹില്ലിലോട്ട് കാർ ഡ്രൈവ് ചെയ്യുകയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ആ ഹിൽ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഓക്കെ, പക്ഷെ കാർ വീഴുന്ന പോയിന്റിൽ എത്തുമ്പോൾ ആംഗിൾ 45 ഡിഗ്രി ചേഞ്ച് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, 45 ഡിഗ്രി ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ പുറകോട്ടാണോ ഫ്രണ്ടിലോട്ടാണോ മൂവ് ചെയ്തിരിക്കുന്നതെന്ന് അവർ പറഞ്ഞിട്ടില്ല.
ഓക്കെ, പക്ഷെ ആംഗിൾ വെച്ച് നമ്മളത് മനസ്സിലാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആൻസറിൽ വ്യത്യാസം വരും, ആൻസർ മിസ്റ്റേക്ക് ആവുകയും ചെയ്യും. സോ 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ ആംഗിൾ കുറച്ചുകൂടെ വലുതാവും. അതിനർത്ഥം കുറച്ച് മുന്നോട്ടാണ് ആ പേഴ്സൺ ഡ്രൈവ് ചെയ്തത്. സോ ആംഗിൾ അല്ലെങ്കിൽ ആ പോയിന്റ് ബി എന്ന് പറയുന്നത് മുന്നോട്ടാണ്. സോ 45 ഡിഗ്രിയാണ്. സോ ഇത്രയും കിട്ടുമ്പോൾ നമുക്ക് 14 ആൻസറിലോട്ട് നമ്മൾ എത്തുകയാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 56 ആണ്. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 56 സെന്റിമീറ്റർ ആണ്. സോറി 56 മീറ്റർ ആണ്. സോ ഇത് നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. ടാൻ 45 എടുക്കുക, അതുപോലെ ടാൻ 30 എടുക്കുക, അതിൽ നിന്ന് കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കാം. ഓക്കെ, അതും ഒരു സ്റ്റെപ്പാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, ടാൻ 45 എന്ന് പറയുന്നത് 1 ആണ്, ആണല്ലോ. ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണ്. സോ ഇത്രയും ഭാഗം എന്താണ് 1/√3. സോ 56 എന്ന് പറയുന്നത് √3 - 1 ആയിരിക്കുമല്ലോ. ഇതും 1 ആണ്, മറ്റേ √3 ആണ്. √3യിൽ നിന്നും 1 മൈനസ് ചെയ്യുന്നതായിരിക്കുമല്ലോ 56 നമുക്ക് കണ്ടുപിടിക്കാം. നമ്മളോട് കണ്ടുപിടിച്ചിരിക്കുന്നത് 1 കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ 56/√3 - 1. സോ ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ കോൺജുഗേറ്റ് കൊണ്ട് മേളിലും താഴെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. സോ എത്ര വരും മേളിൽ? 56 √3 + 1 ബൈ എത്ര വരും? 2 വരും. 28 √3 + 1 വരും. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇതായിരിക്കും ആ ഹില്ലിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. x + 1/x നമുക്ക് 2√2 തന്നിട്ടുണ്ട്. ഓൾജിബ്രയിൽ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നതാണ്. 2√2 തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന x³ - 1/x³ - 3 കണ്ടുപിടിക്കുക. അതായത് നമുക്ക് x³ - 1/x³ ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതാണ്. സോ x + 1/x നമുക്ക് a ആണ് തന്നിട്ടുണ്ട്. സോറി, x + 1/x 2√2 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് x - 1/x എന്ന് പറയുന്നത് എന്തായിരിക്കും? √2√2 the whole square - 4 ആയിരിക്കും. അതായത് 2 തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് x - 1/x കിട്ടും. സോ x - 1/x കിട്ടിയെങ്കിൽ നമുക്ക് x³ - 1/x³ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2³ + 3 × 2 ആയിരിക്കും. സോ 8 + 6 14 ആയിരിക്കും. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് x³ - 1/x³ -3 ആണ്. സോ 14 - 3 എന്ന് പറയുന്നത് 11 ആയിരിക്കും. സോ ഇതാണ് ഡയറക്റ്റ്ലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്തൊക്കെ ഐഡന്റിറ്റീസ് ആണ് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇപ്പോൾ x⁻n + 1/x⁻n a ആണെങ്കിൽ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത ഇക്വേഷൻസ് കൂടെ നമ്മളൊന്ന് ഫ്രഷപ്പ് ചെയ്തെടുക്കണം. കാരണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് കുറച്ചും കൂടെ ഉറയ്ക്കും. അല്ല നമ്മൾ പിന്നെ അത് കൺഫ്യൂഷൻ ആയിട്ട് തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. സോ x⁻n + 1/x⁻n a ആണ് തന്നിട്ടുണ്ടെങ്കിൽ x⁻n - 1/x⁻n എന്ന് പറയുന്നത് √a² - 4 ആയിരിക്കും. √a² - 4 ആയിരിക്കും. ഓക്കെ, ഇനി x⁻n - 1/x⁻n ആണ് തന്നിരിക്കുന്നതെങ്കിൽ നേരെ സൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും? a² - 4 ആയിരിക്കും x⁻n + 1/x⁻n എന്ന് പറയുന്നത്. അതുപോലെ തന്നെ x - 1/x a ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ, ഇത് a ആണ്, 9 അല്ല കേട്ടോ, ഇത് a ആണ്. അങ്ങനെയെങ്കിൽ x² + 1/x² എന്ന് പറയുന്നത് a² + 2 ആയിരിക്കും. x³ - 1/x³ എന്ന് പറയുന്നത് a³ + 3a ആയിരിക്കും. സോ ഈ ഐഡന്റിറ്റീസ് ഒക്കെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഐഡന്റിറ്റീസ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, എഴുതി തന്നെ പഠിക്കണം. cot 11 + tan 79 സം എന്താന്ന് നോക്കുക. സം 90 ആണ്. സോ cot 11 എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? tan 79 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മേളിൽ അത് കിട്ടും. ഇനി താഴെ നിങ്ങൾ ശ്രദ്ധിക്കുക, sec² 73. അപ്പോൾ sin² 22 ഉണ്ട്, sin² 68 ഉണ്ട് അല്ലേ. രണ്ട് ആഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? അത് 90 ആണ്. സോ ഇതെന്തായിരിക്കും? ഇത് 1 ആയിരിക്കും. sin² θ + cos² θ, അതായത് sin θ അല്ലെങ്കിൽ sin x = cos y, ഇപ്പോൾ x + y 90 ഡിഗ്രി ആകുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്നതുകൊണ്ട്. സോ ഇത്രയും ഭാഗം നമുക്ക് 1 കിട്ടും. പിന്നെ ബാക്കിയുള്ള sec² 73 - cot² 17 ആണ്. സോ sec² 73 - tan² എന്തായിരിക്കും? 73 ആയിരിക്കും അല്ലേ. 1 + tan² θ sec² θ, അതായത് sec² θ - tan² θ എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. സോ ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ വരുന്ന എന്താണ്? 2 multiplied with tan 79 അല്ലേ, multiplied with 2 tan 11 വരും. ന്യൂമറേറ്ററിലാണെങ്കിൽ 2 + 2 സോറി 1 + 1 2 വരും. ഓക്കെ, സോ ഇവിടെ നോക്കുക, 2 × 2 4 tan 79 എന്ന് പറഞ്ഞാൽ tan 11 കണക്ട് ചെയ്യാൻ പറ്റും. tan 11 എന്ന് പറയുന്നത് cot 79 ആണ്, അതായത് 1/tan 79, അതുകൊണ്ട് ക്യാൻസൽ ആവും. സോ ഇത് /2 വരും. സോ 4/2 2 എന്ത് വരും? ആൻസർ സി, ഓപ്ഷൻ സി ആണ്, 2 ആണ് കറക്റ്റ് ആൻസർ.
റേഷ്യോ ഓഫ് 3 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ക്വസ്റ്റ്യൻ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. HCF അല്ല കണ്ടുപിടിക്കേണ്ടത്, LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. റോങ് ക്വസ്റ്റ്യൻ ആണ്. LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. ലാർജസ്റ്റ് നമ്പറിന്റെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. ലാർജസ്റ്റ് സ്മോളസ്റ്റ് നമ്പറിന്റെ LCM. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് LCM ഓഫ് 3 നമ്പേഴ്സ് 15505 ആണ്. അതായത് 19x 17x 12x ആണെങ്കിൽ ഇതിന്റെ എല്ലാം LCM 15504 ആണ്. സോ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 15504 ഡിവൈഡഡ് ബൈ 19 മൾട്ടിപ്ലൈഡ് വിത്ത് 17 മൾട്ടിപ്ലൈഡ് വിത്ത് 12 ആയിരിക്കും. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. സോ ആദ്യമേ നമുക്ക് 15504നെ നമുക്ക് 12 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 224 11092 കിട്ടും. സോ 1292 കിട്ടും. 1292 കിട്ടും. ഇനി നോക്കുക, ഇനി ഈ 1292നെ 1292 ഡിവൈഡഡ് ബൈ 70 നോക്കുക. അപ്പോൾ 70 ഇൻറ്റു 6 7 എന്ന് വരുമ്പോൾ 8 വരില്ല. അപ്പോൾ 7 വരും. 119 വരും. എത്ര വരും? 6 വരും. സോ 17 ഇൻറ്റു 76 വരും. 19 ഇൻറ്റു 4 വരും. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? 4 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നതല്ല. 19x, അപ്പം 19x ഒരു നമ്പറാണ്. അപ്പോൾ 19 ഇൻറ്റു 4 എന്ന് പറയുന്നത് 76 ഒരു നമ്പർ ആയാലോ. അടുത്ത നമ്പർ 17x ആണ്. 17 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 68 ആയല്ലോ. നെക്സ്റ്റ് നമ്പർ 12x ആണ്. 12 ഇൻറ്റു 4 48. ചോദിച്ചിരിക്കുന്ന ലാർജസ്റ്റ് സ്മോളസ്റ്റ് നമ്പർ, അതായത് 76ൻ്റെയും 48ൻ്റെയും LCM ഓഫ് 76 ആൻഡ് 48, അതല്ലെങ്കിൽ LCM ഓഫ് 19 ഇൻറ്റു 4 ആൻഡ് 4 ഇൻറ്റു 12. സോ ഇത് എത്ര വരും? 4 മൾട്ടിപ്ലൈഡ് വിത്ത് 19 ഇൻറ്റു 12 എന്ന് വരും. ഓക്കെ, ഇസ് ഈക്വൽ ടു എത്ര വരും? 76 ഇൻറ്റു 1 ടു 76 ഇൻറ്റു 76 മൾട്ടിപ്ലൈ ബൈ 12 14 16 14 6 20 2 9. സോ എത്രയായിരിക്കും LCM എന്ന് പറയുന്നത്? 912. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. സിമ്പിൾ ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അമ്മ ഡെപ്പോസിറ്റ് ₹300 ഫോർ 8 years. ഇതിലെല്ലാം എന്താ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക എന്നാണ്, സെയിം ആണ്. സോ നമുക്ക് റേറ്റ് ബൈ 100 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ എന്ത് വരും? 300 ഇൻറ്റു 8 2400 വരും. 425 ഇൻറ്റു 10 4250 വരും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 1136 മൾട്ടിപ്ലൈഡ് വിത്ത് 12 വരും. ഈസ് ഈക്വൽ ടു എത്രയാണ്? 24384 ഡിവൈഡ് ബൈ 100. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസൽ ചെയ്ത് സിംപ്ലിഫിക്കേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയാണ്. സോ നമുക്ക് അതിൽ നിന്ന് റേറ്റ് R ഈസ് ഈക്വൽ ടു എത്ര വരും? ഒരു മിനിറ്റ്, ബ്രാക്കറ്റിലുള്ളൂ 24. അപ്പം 650 മൾട്ടിപ്ലൈഡ് വിത്ത് 1136 ഇൻറ്റു 12. അത് 1136 കൂടെ 1136 ഇൻറ്റു 2 722 2272 2272 1313632 is equal to 24334 എന്ന് വരും. അതായത് ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കട്ടെ. 6 ഇൻറ്റു ആഡ് ചെയ്യുമ്പോൾ 136326650 28282 മൾട്ടിപ്ലൈഡ് വിത്ത് R is equal to 24334 കിട്ടും. സോ R എന്ന് പറയുന്നത് 24334 ഡിവൈഡഡ് ബൈ 20282 എന്നാണ്. ഇതിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് 2 വെച്ച് എല്ലാം ഡിവൈഡ് ചെയ്യാൻ സാധനമാണ്. 2 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നോക്കാനുള്ള ഒരു ചാൻസ് ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻസ് നോക്കുക. R 14 ആണ്. 14 ഇൻറ്റു 2 വരുമ്പോൾ ന്യൂ ഡിജിറ്റ് പിന്നെ 8 ആവും. 8 അല്ല, 8 വരുമ്പോൾ 16 ആവും. സോ 12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് ന്യൂ ഡിജിറ്റ് 4 ആവുന്നത്. സോ ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ്, ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഒരു കോഡ് ഓഫ് ലെങ്ത് 24 സെൻറ്റിമീറ്റർ. കോഡ് 24 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ്. അതിൻ്റെ റേഡിയസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. 15 സെൻറ്റിമീറ്റർ റേഡിയസ്. സോ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം എനി പോയിന്റ് ഓൺ ദ കോഡ് ടു ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു സെൻറ്ററിൽ നിന്നും കോഡിലോട്ട് വരയ്ക്കുന്നത് പെർപെൻഡിക്കുലർ ബൈസെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ലെങ്ത് 12 ആണ്. സോ നമുക്ക് പൈതഗോറൻ ട്രിപ്ലറ്റ് അപ്ലൈ ചെയ്ത് എത്രയായിരിക്കും? ഇത് 9 ആയിരിക്കും. സോ 9 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. നെക്സ്റ്റ് ട്രയാങ്കിൾ KLM. ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക KLM. LM N എന്ന് പറഞ്ഞൊരു പോയിന്റ് ആണ്. ഈ LM ലുള്ള ഒരു പോയിന്റ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ LK എന്ന് പറയുന്ന ആംഗിൾ
ഈ ആംഗിൾ തന്നെയാണ് എം കെ എന്ന് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം അതൊരു ആംഗിൾ ബൈസെക്ടർ ആണ് ഏതെന്ന് പറയുന്നത്, കെ എന്ന് പറയുന്ന ഒരു ആംഗിൾ ബൈസെക്ടർ ആണ്. എൽ എം എന്ന് പറയുന്നത് 15 ആണ് തന്നിട്ടുണ്ട്, 15 സെന്റിമീറ്റർ ആണ്. എൽ എൻ എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ ലെസ്, ഇത് 5 ആയിരിക്കും, ഇത് 10 ആയിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ, തന്നിട്ടുണ്ട്. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കെ എം 24 ആണ്. സോ നമുക്കറിയാം ആംഗിൾ ബൈസെക്ടർ തിയറി അനുസരിച്ച് എൽ കെ ബൈ കെ എം എന്ന് പറയുന്നത് എന്താണ്, എൽ എൻ എം ബൈ എൻ എം ആണ്. സോ എൽ കെ ബൈ 24 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 1/2 ആയിരിക്കും. ഇംപ്ലൈസ് എൽ കെ എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആയിരിക്കും. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഒലിവ് ബോർഡിന്റെ ഈ വീക്കിലെ 25 മാത്സ് ക്വസ്റ്റ്യൻസും. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്